ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനഗ്രന്ഥത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാനായ സോക്രട്ടീസിനോട് ഒരിക്കലൊരു യുവാവ് ചോദിച്ചു, വിജയത്തിന്റെ രഹസ്യം എന്താണ്? സോക്രട്ടീസ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനുള്ള ഉത്തരം ഞാൻ നാളെ പറയാം, നദിക്കരയിൽ വന്നാൽ മതി. ഉത്തരം പറഞ്ഞത് കേട്ട് യുവാവ് വളരെ സന്തോഷത്തോടെ തിരികെ നടന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ യുവാവ് നദിക്കരയിലുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ സോക്രട്ടീസിന് കാത്തുനിന്നു. ലോകം ആദരിക്കുന്ന സോക്രട്ടീസ് തന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോവുകയാണ്. വിജയത്തിന്റെ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം എത്ര സുന്ദരമാക്കി തീർക്കാം, ധാരാളം പണവും പ്രശസ്തിയും ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൻ ചിന്തിച്ചു കൂട്ടി. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അകലേന്ന് സോക്രട്ടീസ് വരുന്നത് അവൻ കണ്ടത്. അവന്റെ മുഖത്ത് സന്തോഷത്തോടെ പുഞ്ചിരി വിടർന്നു. സോക്രട്ടീസ് അടുത്തെത്തിയിട്ട് പറഞ്ഞു, വരൂ, നമുക്ക് നടക്കാം. അവൻ ചോദിച്ചു, എവിടേക്കാണ്? നദിയിലേക്ക്. മറുപടി കേട്ട് ആശങ്ക തോന്നിയെങ്കിലും ദാർശനികനായ സോക്രട്ടീസിന്റെ വാക്കുകളാണ്. യുവാവ് വളരെ സന്തോഷത്തോടെ സോക്രട്ടീസിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് നദിയിലേക്ക് നടന്നു. മുട്ടൊപ്പം വെള്ളമായി, പിന്നീട് അരയ്ക്കൊപ്പം വെള്ളമായി, കഴുത്തൊപ്പം വെള്ളമായപ്പോഴേക്കും അവൻ പേടിച്ചു തുടങ്ങി. ഇനിയും നടന്നാൽ മുങ്ങിച്ചാവുമെന്ന് അവന് മനസ്സിലായി. സോക്രട്ടീസ് നിന്നു, യുവാവും നിന്നു. അപ്രതീക്ഷിതമായി സോക്രട്ടീസ് യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് യുവാവിന്റെ കഴുത്തിൽ പിടിച്ച് അവനെ വെള്ളത്തിലേക്ക് മുക്കി. ശ്വാസം കിട്ടാതെ അവൻ പിടഞ്ഞു. വെള്ളത്തിൽ കൈകാലുകൾ ഇട്ടടിച്ചു. സോക്രട്ടീസിന്റെ കൈകൾ വിടുവിക്കുവാൻ അവൻ ബലം പ്രയോഗിച്ചു. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ. കുറച്ചു സമയത്തിന് ശേഷം സോക്രട്ടീസ് കൈകൾ വിട്ടു. യുവാവ് ജലോപരിതലത്തിൽ എത്തുകയും ആർത്തിയോടെ വായു ശ്വസിക്കുകയും ചെയ്തു. സോക്രട്ടീസ് ആകട്ടെ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ യുവാവിനെ നോക്കി. പിന്നെ അവനെയും കൊണ്ട് കരയിലേക്ക് നടന്നു. യുവാവ് ഇങ്ങനെ ചിന്തിച്ചു, ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ തന്നെ കൊന്നുകളയുവാൻ ശ്രമിച്ച ദുഷ്ടനായിരുന്നു സോക്രട്ടീസ്. അവന് വലിയ നിരാശ തോന്നി. എന്നാൽ സോക്രട്ടീസ് അവനോട് ചോദിച്ചു, വെള്ളത്തിൽ മുങ്ങിക്കിടന്ന സമയത്ത് നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചെന്താണ്? അവൻ പറഞ്ഞു, അല്പം പ്രാണവായു കിട്ടുവാനാണ്. സോക്രട്ടീസ് പറഞ്ഞു, വെള്ളത്തിൽ മുങ്ങിക്കിടന്നപ്പോൾ നീ എത്ര തീവ്രമായി വായുവിന് വേണ്ടി ആഗ്രഹിച്ചുവോ അത്രമേൽ തീക്ഷ്ണമായി ലക്ഷ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ നിനക്ക് വിജയിക്കുവാൻ സാധിക്കും. തീവ്രമായ ആഗ്രഹവും ഉത്സാഹത്തോടെയുള്ള പരിശ്രമവുമാണ് എല്ലാ വിജയത്തിൻ്റെയും രഹസ്യം. നാമൊക്കെ എല്ലാ വർഷവും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. വർഷാവസാനമാകുമ്പോഴേക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. പുതിയ തീരുമാനങ്ങളും പ്രതിജ്ഞകളുമായി പുതുവത്സരത്തെ സ്വീകരിക്കുന്നവരാണ് നാം. പുതിയൊരു വർഷത്തിൽ ഞാൻ പുതിയ മനുഷ്യനായിരിക്കും, കഴിഞ്ഞ വർഷത്തെ തെറ്റുകൾ ആവർത്തിക്കാതെ വിജയകരമായൊരു ജീവിതം നയിക്കും, സത്യസന്ധമായി ജീവിക്കും തുടങ്ങിയ തീരുമാനങ്ങൾ. പക്ഷേ പലപ്പോഴും അവയ്ക്ക് ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്താണ് കാരണം? തീരുമാനങ്ങൾ എടുക്കുവാൻ എളുപ്പമാണ്, അവയെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഠിനമായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്നോട്ട് നോക്കുന്നവരാരും സ്വർഗരാജ്യത്തിന് ചേരുന്നവരല്ല എന്ന കർത്താവിന്റെ വചനം നമ്മെ വഴി നടത്തട്ടെ. പുതിയ വർഷത്തിലെ പുതിയ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷയ്ക്കായി, ആകാശത്തിൻ കീഴിൽ മാനവരക്ഷയ്ക്കായി താതനുയർത്തിയ നാമം യേശുവിൻ രക്ഷാനാമം. താതനുയർത്തിയ നാമം യേശുവിൻ രക്ഷാനാമം. യേശുവിൻ നാമത്തിൽ വിജയം, എല്ലാ മാനവർക്കും വിജയം. യേശുവിൻ നാമത്തിൽ മറയും സർവ്വതിന്മകളും മറയും. യേശുവിൻ നാമത്തിൽ തകരും എല്ലാ തടവറയും പകരും.